ഉണ്ണികളെ ഒരു കഥ പറയാം ഈ കഥ. അമ്മേ, ആറ്റ്കിൻസ് ഡയറ്റ് എന്നോ മറ്റോ ഇതിന്റെ പേര്. നമ്മൾ പ്രോട്ടീൻസ് മാത്രം ഉപയോഗിച്ച് ഫാറ്റ് ബേൺ ചെയ്യുന്നു. അമ്മയ്ക്കൊരു ഷിബുവിന് ഓർമ്മയുണ്ടോ? അറിയാം, പണ്ട് സെപ്റ്റിക് ടാങ്ക് കഴിയും ആറ്റിലൊഴിക്കാൻ പോലീസ് പിടിച്ച ഷിബു അല്ലേ? അല്ല, ആ നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഷിബു, ആ മുട്ടോളം ചൊറിയുള്ള ചെറുക്ക്. ആ ചൊറിയും വെച്ചോണ്ട് ആ ചെക്കൻ സുഗമ ഹിന്ദി പരീക്ഷ 1ാം ക്ലാസ്സിൽ പാസ്സായില്ലേ? അയ്യോ, അത് മൂക്കട്ട ഷിബു. അവനിപ്പോ അമേരിക്കയിൽ വലിയ നിർത്തുവോ? എനിക്ക് ഭക്ഷണം കഴിക്കണം. കഴിച്ചോ? കഴിക്കുന്നതിന്റെ ദേഹത്ത് കാണാനുണ്ട്. ഞാൻ നല്ല മെലിഞ്ഞ് തന്നെയാ ഇരിക്കുന്നത്. അതെന്നും കൂടി ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. ആര്? ഒരാക്രിക്കാരൻ. നീ പറ, ഷിബു ഏതാ? മിസ്റ്റർ ഇന്ത്യ. അവൻ ഡെയിലി 30 മുട്ടയുടെ വെള്ളയാണ് കഴിക്കുന്നത്. 30. അയ്യോ, അപ്പൊ നീ ഇന്ന് ചോറുണ്ടെന്നില്ലയോ? നോ. അതെ, ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഒന്നും വേണ്ട. ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയാലേ പിന്നെ സമയത്തിനും കാലത്തിനും ഒന്നും തിന്നാൻ പറ്റില്ല. മതി. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് വന്നാലേ ഇവന്റെ അച്ഛൻ 6 നേരം ഭക്ഷണം കഴിക്കും. വീട് നിറയെ പ്രവർത്തകരും, അവർക്കൊക്കെ ഭക്ഷണവും. പ്രവർത്തകരെ ഞാൻ അടുപ്പിക്കാത്തതാ. അവര് കയറി ഇറങ്ങി ഈ വീടും കാടിനും നശിപ്പിച്ച നസീറിനോട് ഞാനിത് സമാധാനം പറയും. നസീറിനെയും വാപ്പാനെയും ഒക്കെ നിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മോനെ. ഇത്ര വലിയ വീട്ടിൽ താമസിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ലല്ലോ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും വലിയ വീടല്ലെങ്കിൽ ആരെ വിശ്വസിച്ചേൽപ്പിക്കും? ഇതാവുമ്പോ MLA താമസിക്കുന്നെന്ന് പറയുന്നത് നസീർക്ക് ഒരു ഗമയല്ലേ? MLA കഴിഞ്ഞ തവണ അച്ഛൻ മരിച്ചതിന്റെ സഹതാപതരംഗം ഉണ്ടായിരുന്നു. ഇത്തവണ ഒരു 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇവൻ തോക്കും. 7000 വോട്ടോ? ബെറ്റ്? ബെറ്റ്. എത്ര രൂപ? 7000 രൂപ ഞാൻ തരാടി, നീ ബെറ്റ് വെക്ക്. 7000 രൂപയ്ക്ക് ഞാൻ ബെറ്റ് വെക്കുന്നു. ഇത്തവണത്തെ ഇലക്ഷന് എന്റെ കലേഷേട്ടൻ ഒരു 10000 വോട്ടിനെങ്കിലും തോറ്റിരിക്കും. 7000. 10000. മനുഷ്യരെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. ചുമ്മാ കുണുങ്ങളൊന്ന് പറഞ്ഞോണ്ടിരുന്നോളൂ. മുട്ടയോപ്പോ? അത് ഇലക്ഷൻ കഴിയുമ്പോ കിട്ടിക്കോളൂ. നമ്മള് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങള് ആരെയും പുറത്തുപോയി ഷെയർ ചെയ്യുന്നത്? ഞാൻ അയച്ച വോയിസ് നോട്ടും അതിന്റെ സ്ക്രീൻഷോട്ടും രണ്ടും കൂടി നഫീസയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ചെയ്തവളുടെ തലയിൽ ഇടുത്തി വീഴും. ആരായാലും ഗതി പിടിക്കും. നിന്നോട് ഇത് കുത്തിയിട്ട് വർത്തമാനം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് ചെവിയിൽ പിടിക്കണമെന്നല്ലേ ഉള്ളൂ. നിന്റെ ചെവി. ആരാ? കലേഷേട്ടനാ. ഓ, നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് ആ ഇടുത്തി വീഴുന്ന കാര്യം. അതെ, ക്യൂട്ട് ലേഡീസ് എന്നുള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അത് വേണ്ടടോ. പിന്നെ ആ സൗമ്യയുടെ ഹസ്ബൻഡ് മിക്കവാറും അവളെ ഡൈവേഴ്സ് ചെയ്യും. അവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നാലും ഞാൻ കുറ്റം പറഞ്ഞതിന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്തത് ആരായിരിക്കും? വിട്ട് കളയടി. അത് ചെയ്തവള് വെള്ളം കിട്ടാതെ ചാവുന്ന എനിക്ക് കാണണം. നമുക്ക് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ? ഓക്കെ. അല്ല, നമ്മുടെ പുതിയ ഗ്രൂപ്പിന് എന്ത് പേരിടും? പോസിറ്റീവ് തിങ്കേഴ്സ്. അത് കൊള്ളാം. എന്നാ ബൈ, പിന്നെ കാണാം. ബൈ. നിന്നോട് എത്ര തവണ ഇതിൽ വെള്ളം പിടിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് പച്ചവെള്ളമാണോ? അടുക്കളയിൽ ജീരകമുള്ള ഇരിപ്പുണ്ടായിരുന്നല്ലോ. നിനക്ക് ഒരു കാര്യം അറിയോ? നമ്മൾ മനുഷ്യരല്ലേ? ദിവസവും 8 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാ കണക്ക്. വെള്ളം ഫാറ്റ് ബേൺ ചെയ്യും. ഇന്ന് കേറി വന്നപ്പം പോലെ തുടങ്ങിയതാണല്ലോ ഈ ഫാറ്റ് ബേണിങ്. ഞാൻ അന്നും ഇന്നും 56 കിലോയേ ഉള്ളൂ. ഒരൊറ്റ പ്രസവം കൊണ്ട് അതൊക്കെ അങ്ങ് മാറും. അതിനങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ, അല്ലേ? അതെ, നീ കരയാണോ? എന്താടി ഇത്? നമ്മളിങ്ങനെയൊക്കെ പറയാറുള്ളതല്ലേ? നിനക്ക് വിഷമായോ? ഒരു കുഞ്ഞ് നമുക്ക് കൂട്ടായി വരും, നമ്മുടെ 2 പേരുടെ ആഗ്രഹം പോലെ. എന്തോ അടിക്കാതെ എന്താടി കിണിക്കുന്നത്? ഒന്നുമില്ല. നാളെ രാവിലെ മുതൽ ഓടാൻ പോകുന്ന ആളെ ഒന്ന് നോക്കിയതാ. ഇനി മുതൽ ദിവസവും രാവിലെ പോകും. എന്തേ? കഴിഞ്ഞ ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും ഒക്കെ ഞാനിത് കേട്ടതാ. കിടന്നോ മടി. നാളെ മുതൽ ഫാറ്റ് ബേൺ ചെയ്തിട്ട് തന്നെ കാര്യം. കം ഓൺ റക്കനേഷ്. കണ്ണാടിയിൽ മസിൽ കുറവുണ്ടോ? ഫസ്റ്റ് ഡേ അല്ലേ? ചിത്രേ, വാ, എനിക്ക് ഓടാൻ പോ.
ദേ ശുദ്ധവായു, കിളികളുടെ കളകളാരവം ഒക്കെ കേൾക്കാം. ഞാൻ ഇല്ല. കളകളാരവം വേണ്ട? വേണ്ട, കുറച്ചു നേരം ഇവിടെ കിടന്നാലോ? നിന്റെ പ്രലോഭനത്തിൽ ഞാൻ വീടുമെന്ന് വിചാരിക്കണ്ട. മോള് ചായ ഉറങ്ങിക്കോ. ചേട്ടൻ ചാടി ഓടിയിട്ട് വരാം. രാജശില്പിയിലെ ഭാനുപ്രിയാന്ന വിചാരം. കഴുത്തറുത്താനല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, സാറിനെ ഇതിനു മുമ്പ് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ വേറെ വഴിക്കാ. 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ? ഞാൻ അരമണിക്കൂർ. സമയക്കണക്കാ. ചേച്ചിയെ പാട്ടി. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ, പുറകെ പോക്കോ, തനിക്കും കിട്ടും. കിണലെങ്കിലും പേടിക്കണ്ട കേട്ടോ. ഞാനിത് കതിർത്തിയിൽ കുറെ കണ്ടതാ. സംശയമില്ലാത്തവന്മാരാ സാറേ. സോറി സോറി സാർ. സാറേ, നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. സാറ് ഭയങ്കര നാണക്കാരനെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഓടുമ്പോ മിണ്ടാൻ പാടില്ല. ഓ സാറേ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാ. സാറ് ഭയങ്കര ലക്കിയാ. സാറിന്റെ അബ്ഡമൻ ചെറുതാ. ഞാനേ ഈ വഴിക്കാ. അല്ല സാറേ, ഞാനും വരാം. ഒരു ദിവസം വഴി തെറ്റിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇനി ഇപ്പൊ വീട്ടിൽ പോകാം. ഓട്ടം മാത്രമല്ലടാ, കിടപ്പ് വന്നിച്ചാ നിനക്കല്ല. ഊള. അവന്റെ മകൻ അവന്റെ നിറമാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ജയന്റെ അതേ പൂച്ചക്കണ്ണ. എന്താ ചിരിക്കുന്നേ? പണ്ട് ബോംബെയിൽ ഒരു മദൻ സാർ ഉണ്ടായിരുന്നേ. പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഓട്ടമായിരുന്നു. എപ്പോ? ഹോട്ടലിൽ റെയ്ഡ് വന്നപ്പോ. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ധൈര്യമുള്ള ഒറ്റ ഒരുത്തനില്ല. ഈ മണ്ഡലത്തിലെ അവസാനത്തെ തെരുവ് നായവരെ ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറക്കണോ? എന്താ ഞാൻ മറക്കേണ്ടത്? ഇതിപ്പോ പുറകിലുമല്ല മുന്നിലുമല്ല, ഒപ്പം നടക്കുക. വല്ലാത്തൊരവസ്ഥയാ. ഒന്നും നോക്കണ്ട, 8 എഴുതുന്ന പോലെ ഒരു ഒറ്റ ഓട്ടം ഓടിക്കണം. 8. 1 2 8. ഞാൻ ഈ ഐസ് ഫ്രൂട്ട് മേടിച്ചു തന്ന കാര്യം അച്ഛനോട് പറയണ്ടോ? പറയൂല. അതേ, നീ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലേ? ഇല്ല, എനിക്ക് വേദനയായിരുന്നു. ആഹാ. എക്സ്ക്യൂസ് മീ. ഇവന് വലിയ ആഗ്രഹം എന്തിനെങ്കിലും വളർത്തണമെന്ന്. കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണ പോലെ വെറുതെ ഒരു നേരം പോക്കിന് ഇവറ്റകളൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ജീവിയാണെങ്കിൽ പിന്നെ. അല്ലാന്നേ, അവറ്റകൾക്ക് നമ്മളെ പറ്റുമെന്ന് നോക്കണം. ദാ അവളെ കണ്ടോ? പൂച്ചയോ? ഇവിടെ അടുത്തുള്ളൊരു പല്ല് ഡോക്ടർ ജോൺ സാർ ഒരിക്കതിനെ മേടിച്ചോണ്ട് പോയതാ. കണ്ടോ? 3-4 ദിവസത്തെ തീറ്റയും പാത്രത്തിലാക്കി വെച്ചിട്ട്
ഇതിനെയും വീട്ടിനകത്തിട്ട് പൂട്ടി ജോൺ സാറും കുടുംബം മൂന്നാർക്ക് ടൂർ പോയിന്നേ. ഇത് ഏതാ ഇനം? ഇത് ഞാൻ പറയാം പേർഷ്യൻ കാറ്റ്. ആ കാറ്റത്ത് തീറ്റ വെച്ച മുറിയുടെ വാതിലടഞ്ഞു പോയിന്നേ. അവര് ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നവരെ ഇതിന് വെള്ളമില്ല, തീറ്റയില്ല, ചാകാറായ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് ഇട്ടേച്ചു പോയതാ. ആരെങ്കിലും പറ്റിയ ആളുകൾ വന്നാ കൊടുത്തോളാൻ പറഞ്ഞു. ആ ഇവളിപ്പം മിടിക്കായിട്ടിരിക്കണോ? കുട്ടൂസേ, ഇത് മതിയോ നിനക്ക്? കുട്ടൂസിന് ഇതിന് എന്ത് പേരാടാ മോണെ? അകലേ, ഇങ്ങ് ഓടി വാ. ദാ കുഞ്ഞ് തല വെളിയിലേക്കിട്ടു. ഇത് കുഞ്ഞിന്റെ അച്ഛനാണോ അമ്മയാണോ? അതച്ഛൻ. അതെങ്ങനെ അറിയും? ആ ഈ ലവ് ബേഴ്സിലേ ആണുങ്ങൾക്ക് മൂക്കിന്റെ മുകളിലൊരു നീല നിറം ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. സൂക്ഷിച്ചു നോക്കിയേ. ഡാഡി വീട്ടിലില്ലേ? ഇല്ല. ആ അത് പറ. ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കട്ടാ. കുളിച്ചിട്ട് ട്യൂഷൻ വന്ന് നോക്കടി. ഇങ്ങോട്ട് പാടാ. എപ്പ നോക്കിയാലും അവിടെ പോയി നിന്നോണം. കണ്ണ് തെറ്റിയാ അവിടെ വന്നിട്ട് ഹോംവർക്ക് നോക്കടാ. തനിക്ക് പണി ചെയ്യാൻ വല്ല ബംഗാളിയെ വിളിച്ച് നിർത്തിക്കൂടെ? എന്റെ മോനെ കൊണ്ടല്ല പണിയെടുപ്പിക്കേണ്ടത്. ബംഗാളികളും മനുഷ്യരാട്ടോ. അത് നേരാ. ഞാനായിട്ട് വിളിക്കണതല്ലെന്നേ, അവൻ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നതാ. രമചേച്ചിക്ക് അറിയാലോ, ഈ മണവും പൊടിയും കാരണം പിള്ളേർക്ക് പനി മാറിയ സമയമില്ല. മണമുണ്ടോ? നീ മിണ്ടരുത്. ഡാ, നീ ഇതെന്ത് കാണാൻ അവിടെ പോകുന്നത്? കുഞ്ഞുരിഞ്ഞു നോക്കാൻ. കേറി പോടാകത്ത്. ഡോ, അസോസിയേഷൻകാരെല്ലാം തനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടും കുടുക്കൊക്കെ എടുത്ത് പോവാൻ റെഡി ആയിക്കോ. അതെ, എന്തേ ഇതിന്റെ കുത്തുവെപ്പൊക്കെ എടുത്താണോ? ഓ, കടിച്ച പട്ടിയെ കണ്ടിരുന്നെങ്കിൽ നാരങ്ങളും വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അല്ല, പേ ഉണ്ടെന്നറിയാൻ. ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും സേഫ്. ഇപ്പോഴതുകൊണ്ട് കയ്യിൽ മതി. പണ്ടായിരുന്നെങ്കിൽ ഇവര് ഈ പുക്കളിന് ചുറ്റും പൂക്കളെ വിട്ടാനേ. സാറിന് ഇത്ര സെറ്റപ്പും കാറും ഒക്കെ ഉണ്ടായിട്ടും പിന്നെ എങ്ങനെയാ പട്ടി കടിച്ചേ? കിളികളുടെ കളകളാരവം കേൾക്കാൻ പോയതാ, കണ്ടില്ലേ? ഫാറ്റും ബേൺ ചെയ്തു. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടൂ? ഇല്ല. ചേച്ചി പറഞ്ഞില്ല, പക്ഷെ സാറ് ഗാനഭൂഷണം തോച്ചതാ. പാട്ടുകാരനാകണമെന്നായിരുന്നു മോഹം, പക്ഷെ പെട്ടെന്നാണ് പൊളിറ്റിക്സ് വന്നത്. നിർഭാഗ്യം. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടന് വിശ്വാസമായില്ലല്ലോ. ഇപ്പോൾ ഏതായപ്പോൾ സന്തോഷമായില്ലേ? അതാ പോളിസി എടുക്കുന്നതിൻ്റെ ഗുണം. കൂടിപ്പോയ ഇനി ഒരു തവണ കൂടി. ചേട്ടാ ഇല്ല, എല്ലാം ഓക്കെ അല്ലേ? ജംഗ്ഷനിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രതിഷേധം നടന്നിട്ടുണ്ടാവില്ല. അതെ. എന്താ? വൈകുന്നേരം പട്ടിയുടെ കോലവും കത്തിക്കും. പട്ടിയുടെ കോലം കത്തിക്കാനോ? അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പട്ടിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലുണ്ട് പിടി. സാറേ, അപ്പം ഞങ്ങൾ നേഴ്സുമാരുടെ പ്രശ്നമോ? അല്ല, MLA ഓഫീസിൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്കീമോ ഫണ്ടോ ഒന്നുമില്ല. ഞാൻ CM-നോട് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ MLA ഫണ്ടിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നോക്കാം. ഓർഫനേജിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിയാലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. നന്ദി. ശരി, ആയിക്കോട്ടെ. ശരി, നമസ്കാരം. വാ, സൂക്ഷിച്ചു നടക്കും. എന്താ സാർ, തിരക്കിലാണോ? ആ എന്താ ഈ വഴിക്കൊക്കെ? വന്നല്ലേ പറ്റൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ കയറിയതാ. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓ, എന്താണ് സെന്റ് ജോർജിന് ഒരു ദേഷ്യം? സെന്റ് ജോർജ് അല്ല, ഗീവർഗീസ്. ഓ, കലേഷ് ഒന്ന് മെലിഞ്ഞോ? അയ്യോ, ഓട്ടോ ഒക്കെ അല്ലേ. തിരക്കിലാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ എന്താ ഇത്? വീടിനടുത്തൊരു പെറ്റ് ഷോപ്പുകാരൻ ഈ കിളികളെയും തത്തയും പട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരുത്തൻ വലിയ ശല്യമാണ്. റെസിഡൻസ് അസോസിയേഷൻകാർ പോലീസ് വഴി ഒരു പരാതി നൽകിയിട്ടുണ്ട് അയാളെ അവിടെ നിന്ന് മാറ്റാൻ. കേസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു കാലതാമസം ഉണ്ടല്ലോ. നമ്മൾ തമ്മിലുള്ള പരിചയം അവിടെ എല്ലാവർക്കും അറിയാം. അയാളെ അവിടെ നിന്ന് ഓടിക്കാൻ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒപ്പിട്ട ഹർജിയായത്. എന്താ അവനൊരു ദേഷ്യം? യൗമാരൊക്കെ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പോലും മടിക്കില്ല. ശരിയാ.
എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ശരി. ആ പിന്നെ ഇലക്ഷനൊക്കെ വരികയാണ്. അറിയാം. നമ്മുടെ കാര്യം മറക്കരുത്. ആനയാണ് ചിഹ്നം. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ അവിടെയുള്ള എല്ലാവരുടെ വോട്ടും നിങ്ങൾക്കാണ്. പോരെ? ശരിയാണ്. ഇത് തന്നെയാണ് പഴമല്ല, ഈ സെറ്റപ്പ്. പോയി ആ ലൈസൻസും രജിസ്ട്രേഷനും പേപ്പറും ഒക്കെ ഇങ്ങെടുത്തോണ്ട് വാ. എന്താണ് ഇത്, അവില് ഒഴിച്ചോ? ആധാരം എവിടെയാണോ? ഇതൊരു പട്ടയോ സാറേ. ഇതാ? ആ, പണ്ട് ഞാനിവിടെ ഒരു സർക്കസിന് വേണ്ടി വന്നതാ. അന്ന് ഇതൊക്കെ ഒരു വീട്ടുകാരുടെ ആയിരുന്നു. പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ആധാരം ചെയ്ത് വാങ്ങിയതാ. ആ, അവരൊക്കെ തന്നെയാ തന്നെ ഇപ്പൊ ഇവിടെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് പരാതി വന്നിരിക്കുന്നത്. അറിഞ്ഞായിരുന്നു. അത് കേസല്ലേ? കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇതിപ്പോ MLA ആഫീസിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട്, അതിന്റെ എൻക്വയറിയാ. സാറേ, പണ്ട് ഞാനിവിടെ വരുമ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു, ഈ റോഡ് പോലും. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ മാറ്റം വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഇപ്പൊ ഞാൻ മാറിയാലേ ഇവർക്കൊക്കെ സന്തോഷാവും. ഇവിടെ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ? 4-5 പണിക്കാര് സ്ഥിരം ഉണ്ടായിരുന്നതാ. ഇപ്പൊ ആവശ്യമുള്ളപ്പോ മാത്രം വിളിക്കും. തനിക്ക് ജീവികളുടെ ബിസിനസ്സാണ്? അന്നേ മൂപ്പര് പുലിമുരുകനില് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചതാ. മോഹൻലാല് ആണോ? ആഹാ, ഇവന്മാര് ബാഹുബലിക്ക് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയവരാ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലെന്നേ. ഒരാന. ഓഹോ. അങ്കിളെ, ഒട്ടക എവിടെ? ഒരെണ്ണുണ്ട്. 76-ന് മുമ്പുള്ള പട്ടയമല്ലേ? വിധിയൊക്കെ വരാൻ വളരെ വൈകും. താൻ ചിലപ്പോ പോകേണ്ടി വരണമെന്നില്ല, പക്ഷെ ഇതിനെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ആണോ? എന്നാ അവില്. ഓ, താനിങ്ങി വന്നേ. എന്താ സാറേ? ഈ മാടത്തെ വർത്താനം പറയൂ. എടോ, ഈ കവളം കാളിയില്ലേ, മൈന, അത് വർത്താനം പറയോടോ? ചെലപ്പോ. അതെയോ? എന്നതറിയോ, മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു മൈനെ കിട്ടി. കുറെ നാളെ ഞാനത് വളർത്തി. ഈ വയമ്പൊക്കെ കൊടുത്തടോ, എന്നിട്ടും അത് വർത്താനം പറഞ്ഞില്ല. ഇപ്പോഴാണ് സാർ ഇടിച്ചു പറയിച്ചാനെ. ധീരതയോടെ വഹിച്ചോളൂ. അച്ഛൻ 3 തവണ നോമിനേഷൻ കൊടുക്കുമ്പോഴും ഉദയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. കൊടുക്കുക സർ. 30,000 രൂപയും കല്യാണ മോതിരം BSA സൈക്കിളും, അതാണ് ആകെയുള്ള സമ്പാദ്യം അല്ലേ? ഇപ്പൊ താമസിക്കുന്ന വീട് നിങ്ങളുടെയാണെന്നും ബിനാമിയാണെന്നും ഒക്കെ വർത്താനമുണ്ട്. 3-4 കവർ റിബണും കത്രിയും കൂടെ ഉണ്ട്, അതുകൂടെ എഴുതണോ? ഓ, വേണ്ടേ. വൈഫിന്റെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. കലേഷ് സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. എടാ, ആനയാണ്. ഞാനൊട്ടിയാറില്ല. ആശാനെ, എന്താടാ ഇതാ ഫീസ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഫീസ് തന്നത്. അതേ, ഫിലീറ്റിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ ഒരുപാട് നേരം സൂര്യനെ നോക്കിയാ കണ്ണുപൂട്ടോ. ഇത്
ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ആവുമ്പോ കിളിക്ക് വെയിലടിക്കൂല. ഇന്നാളെ എറണാകുളത്ത് എക്സിബിഷൻ വന്നൊരു സായിപ്പ് പറഞ്ഞതാ, ഇല്ല അമേരിക്കയിലെങ്ങാണ്ട് സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കാഴ്ച ബംഗ്ലാവുണ്ട് അത്രേ. അത് തുടങ്ങിയിട്ട് 100 കൊല്ലായിന്ന്. നീ വലുതാവുമ്പോ അവിടെ പോണോട്ടോ. ഇപ്പൊ നീ വീട്ടിൽ പോകാൻ ഇവിടെ ഇറക്കാ. ഞാൻ പോവില്ല. നിന്റെ മമ്മിയോ ഡാഡിയോ ഒന്ന് എന്നെ വഴക്കുറയൂട്ടോ. വഴക്കൊന്നും പറയല്ലേ. എന്തേ? അവരെല്ലാവരും പാരസാള് ബുക്ക് ചെയ്യാനായിട്ട് പള്ളിയിൽ പോയേക്കുവാ. എന്താ ഇങ്ങൊന്ന് ഈ പാല് കുടിച്ചിട്ട് പോ. ഇങ്ങോട്ട് വാ. ഈ മതിലെടുത്ത് ചാടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? മോനിങ് വാ. ഇല്ല. മോന്റെ ഡാഡി വരുമ്പോഴേ ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് വിളിച്ചു പറയും. അതെ, ഇനി എന്റെ പേരിൽ നീ ഉള്ള തല്ല് മേടിച്ചു കൂട്ടണ്ട. അതിന് കൊടുന്നേ, ഞാൻ കൊടുത്തോളാം. കപ്പങ്ങ് വേഗം തരണം. ഒന്ന് ഒതുകേ. ഒന്ന് പോയടോ. കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നേ, 2 അടിച്ചിട്ടില്ലേ? ഇല്ല, കപ്പ അവന്റെ കൊടുത്തുവിട്ടാ മതി. അതെ, നീ വന്നേ, നീ വന്നേ. ഈ കള്ളു കുടിക്കണ കാര്യം ഞാൻ അബ്രാം സാറിനോട് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്കിത് കിട്ടണം. തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരാതി കടലാസിലേ ഒപ്പിടാത്ത ഒരേ ഒരാള് ഞാനാ. മേലം തുടങ്ങിയ സമയം കിട്ടണില്ല. മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തനിക്കു നേരിട്ട പീഡന ആരോപണങ്ങളിൽ നിന്നും അതിസാഹസികനായി മുക്തനായ ബാദുഷ മൊബൈൽ ഫോൺ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ. അപ്പൊ ഡാഡി മേടിച്ചു വെച്ചേക്കണ സാധനം ഷാമ്പൂവിന്റെ കുപ്പിക്കകത്താക്കി ഗ്യാസ് അടുപ്പിന്റെ പുറകെ കൊണ്ട് വെക്കാല്ലേ? ഇത് മമ്മിക്ക് അറിയാമോ? മമ്മിക്കറിയാം, പക്ഷെ മിണ്ടൂല. അതെന്താ? കള്ളൊടിച്ച് പൂസായ ആന്റി ഒരു ദിവസം 3 തവണ തറ ഉടക്കി. ഒരു തത്തയ്ക്ക് എന്താ വില? വില പറയാൻ മടിക്കണ്ട. അല്ല, ഈ കടയിലുള്ള ആളല്ലേ? അതെ. എന്നാ പറ, ഒരു തത്തയ്ക്ക് എന്താ വിലയെന്ന്? അതിപ്പോ നാടൻ തത്തയാണെങ്കി അതിനിപ്പോ വളർത്താനും കൂട്ടിലിടാനും പാടില്ല. ഇതിനെന്താ വില? അത് കോക്കട്ടെ. അത് ഒറ്റയ്ക്കാണോ അല്ല പേരാണെങ്കിൽ? അല്ല, ഇതിനെന്താ വില? ഇത് ലോറി. ഇതിന് ഒരാള് പറഞ്ഞു വെച്ചേക്കണതാ. ഇതിനൊക്കെ എന്താ വില? ഇത് ഓസ്ട്രേലിയക്കാരനാ. ഇതിപ്പോ ഒറ്റയ്ക്ക് എടുക്കുമ്പോ ആറിങ്ങനെ വില ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാന്ന്. ഇതിപ്പോ ഏതാ വേണ്ടത്? ഓടിപ്പോയി തന്റെ മകനാണോ? അല്ല. എന്താ എന്റെ മകന്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് ഞാൻ വന്നത്. അതിനൊരു തത്ത വേണം. ഇത് മെക്കാവാ? അത് എനിക്കറിയില്ല. ഇതാണെന്നാ തോന്നുന്നേ. ഇതാ എന്റെ മോൻ. ഈ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ തത്തയെ മേടിച്ചു കൊടുക്കണേ? എന്ത് വില വരും? 1.5 ലക്ഷം രൂപ വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ എന്താണാവോ ആലോചിക്കുന്നത്? ഇതിപ്പോ ഫ്ലെക്സ് എത്ര അടിച്ചു? 350. ഓഹോ, അപ്പൊ പോസ്റ്ററോ? 3000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊടിച്ചിട്ടുണ്ട്. അതിൽ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രായ്ക്ക് രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സാറേ? ഫോട്ടോ കണ്ടിട്ട് സിനിമാ നടനാണെന്ന് എന്നോട് ചോദിച്ചത്. അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണുള്ളിപ്പോയി. എന്താ ഈ അസ്വ 2 കുത്ത്? ഇതിപ്പോ അയ്യോ, നമുക്കൊന്ന് മാറ്റി ഒട്ടിച്ചാലോടാ. അല്ല ഡായല്ല, നമുക്ക് സ്വാ മാറ്റിട്ട് ഡാ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാ എടുത്ത് സാറിന്റെ ഫോട്ടോന്റെ അടിയിലിടാം, അല്ലെങ്കിൽ ആയുടെ കൂടി ഇടാം. എവിടെ ഇടണമെന്ന് സാർ പറഞ്ഞു തന്നാ മതി. എവിടെയെങ്കിലും ഇട്. എന്നിട്ട് പ്രചരണം ഒന്ന് ശക്തിപ്പെടുത്ത്. ഫോട്ടോ ഓക്കെയാ, അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? സർ അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. സ്ഥാനാർത്ഥികളോട് പെണ്ണുങ്ങൾക്ക് തോന്നേണ്ടത് ഒരുതരം പ്രേമമാണ്. അതെ, ഹെൽമറ്റും ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാൽ ലഡ്ഡു പോലെ ഇരിക്കും. സാറേ, അത് മാത്രമല്ല, ഈ ഫോട്ടോടൊന്നും കാര്യമില്ല. നമുക്ക് ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ പിടിച്ചതിന്റെ കേസ് തന്നെ ആദ്യം ഒന്ന് തീരട്ടെ. വലിയ സദാചാരക്കാരൻ. ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ. സാറിന്റെ പേരും ചിഹ്നം ഉപയോഗിച്ച് നമുക്കൊരു പാരഡി അങ്ങ് കഴിച്ചാലോ? കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. ആരിവിടെ UP സ്കൂളിനു കമ്പ്യൂട്ടർ കൊടുത്തു? ആരിവിടെ വെയിറ്റിംഗ് ഷെഡിനു ടൈൽസ് വിരിച്ചു? ആരിവിടെ നേത്ര ചികിത്സ ക്യാമ്പു നടത്തി? ഒരു ടേക്ക് പോയാലോ? നന്നായിരിക്കും. ഓക്കെ സാറേ, ആ താളം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെയാണ്, എന്നാലും ടച്ചൊക്കെ വിട്ടിട്ട് കുറെ കാലമായില്ലേ? അതാ നോക്കാം എടുത്തോളൂ.
സാറേ ഒരു കോള് വരുന്നില്ലേ കോള് ആരാ? ഉടായിപ്പാ. അയ്യോ ഉദയൻ പി എ. ഇപ്പൊ വരാം. രണ്ടും ഒന്ന് തന്നെ. ദാ. ആ ഉദയേട്ടാ. കലേഷേ, ഇവിടെ ഒരു ആനയ്ക്ക് മരം പൊട്ടിയിരിക്കുക. അതെ, ഈ അവസരം നമുക്ക് മുതലാക്കണം. എങ്ങനെ? ഈ മതം പൊത്തിയ ആന അവന് പ്രചരണത്തിന് വന്നതാണെന്ന് പറഞ്ഞ് പരത്തണം. ഇതാവുമ്പോ 2 GB റാമും 64 ബിറ്റ് പ്രോസസറും പിന്നെ 16 GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. 10 മെഗാ ഫ്രണ്ട് ക്യാം കൂടെ ഫ്രീ ആയിട്ടൊരു സെൽഫി സ്റ്റിക്കും. എവിടെ വരെ എത്തി? ആന ഇറങ്ങത് ആ ജിമ്മി നമ്മളെ തന്നെ കെട്ടിവെക്കാൻ നോക്കുക. സാറിന്റെ ചിഹ്നമല്ലേ ചിഹ്നം വിളിക്കുന്നത്. വേഗം ഇങ്ങോട്ട് വാ.